ABC ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് പവർ ISO ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. സോ ഫസ്റ്റ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫ്രണ്ടാക്കുക, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ISO ഫയൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വിൻഡോസ് 8-ൻ്റെയോ 7-ൻ്റെ ഒരു ISO ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ വെച്ചായിരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തൊട്ട് താഴെ ഇതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഒരു ആഡ് ഫ്ലൈയുടെ ഒരു ലിങ്ക് ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ സ്കിപ്പ് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്കിപ്പ് ആഡ് കൊടുക്കുക. ആഡ് ഫ്ലൈ ചെയ്തതിന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് ഉടനെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡൗൺലോഡ് ഈ പേജ് വന്നതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ബിറ്റാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെന്ന് നോക്കണം. അത് നോക്കാനായിട്ട് സ്റ്റാർട്ടിൽ പോവുക, കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോയതിന് ശേഷം ഇവിടെ സിസ്റ്റം ടൈപ്പിൽ കാണാം 64 ബിറ്റ്. എൻ്റെ 64 ബിറ്റാണ്. 32 ചിലപ്പോൾ നിങ്ങളുടെ 32 ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. അതങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഈ കമ്പ്യൂട്ടർ അല്ലാതെ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോവാം. ചിലർക്ക് അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ എൻ്റെ ഇപ്പോൾ 64 ആണ്. 64 ക്ലിക്ക് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളൊന്ന് കാണുന്നതായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സെറ്റപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. എഗ്രി കൊടുക്കുക, എഗ്രി ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക, കോസ്റ്റ്യൂം കൊടുക്കുക. നിങ്ങൾക്ക് ബൈൻഡ് ടു PC ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എനിക്ക് വേണ്ട, അത് അൺടിക്ക് ചെയ്യുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. എനിക്ക് വേണ്ട. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സ്കൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ കിട്ടും. എനിക്ക് വേണ്ട. ഐ ഡോണ്ട് അക്സെപ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സേവ് ചെയ്യാം. എനിക്ക് അവിടെ തന്നെ കിടക്കുന്ന ഇഷ്ടമെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ തന്നെ കിടക്കുന്ന ഇഷ്ടം. സോ അതിനുശേഷം ഇൻസ്റ്റാളായി കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുക്കുക. എത്ര ഡ്രൈവേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ 2 എണ്ണം കൊടുക്കുകയാണ്. ക്ലോസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താങ്ക്സ്, നിങ്ങളുടെ വെബ് ബ്രൗസർ ഓണായിട്ട് താങ്ക്സ് പറയുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. അത് ബിക്കോസ് ഈ ഫയൽ ഇൻസ്റ്റാളായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും, ചെറിയൊരു ഇതുണ്ടാവും. സോ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. സോ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. സോ ഐ എം ബാക്ക് ഗൈസ്. എൻ്റെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇത് വെച്ച് എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ ഒരു ഫയൽ കണ്ടുപിടിക്കുക, ഒരു ISO ഫയൽ. അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഈ ISO ഫയലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഇത് ചിലപ്പോൾ അപ്ലൈ ആവത്തില്ല ചില സമയത്ത്. അത് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക. അതിനുശേഷം ചേഞ്ച് കൊടുക്കുക. ഇവിടെ ചേഞ്ച് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഈ വിൻഡോസ് ഡിസ്ക് ഇമേജ് ബർണർ ആയിരിക്കും. നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്യുക. എൻ്റെ ഒരു പഴുണ്ട്, ക്ലിക്ക് ചെയ്യുക, ഓക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് 2 വിധം ഇത് ഓപ്പൺ ചെയ്യാം. ഒരെണ്ണം സാധാരണ ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ISO നിങ്ങൾക്ക് കാണാൻ കഴിയും. ISOയുടെ ഉള്ളിലുള്ളത് ഇപ്പോൾ ഒരു വിൻഡോസ് 8-ൻ്റെ ഒരു ഫയൽസാണ്, ഒരു വിൻഡോസിൻ്റെ ഫയൽസ് ആണെങ്കിൽ, ഇത് ഒരു വിൻഡോസ് 7 8-ൻ്റെ ഫയൽസ് ആണെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യാം. അത് ഇച്ചിരി ടൈം എടുക്കും. എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗെയിം ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പവർ ISO ക്ലിക്ക് ചെയ്യുക, നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് എത്ര
ISO ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ ഒരെണ്ണേ ഉള്ളൂ. അതിനുശേഷം അതെങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാക്കാം. അതിനുശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. അതായത് ഇവിടെ ഒരു സ്ഥലം അവർ പറയുന്നതായിരിക്കും, ഇവിടെ EOFO. അത് സെലക്ട് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ പോവുക. അവിടെ നിങ്ങളുടെ ഇത് കാണുന്നതായിരിക്കും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗെയിമാണെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് വർക്കാവുന്നതായിരിക്കും. ഈ ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കി, അടിപൊളിയാണ്. കാൾ ഓഫ് ഡ്യൂട്ടി ഗോസ്റ്റസ് ആണിത്. സോ ഇതിൻ്റെയും ലിങ്ക് താഴെ ഉണ്ടാവും, എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിന് എന്നുള്ളത്. അത് ഒരു ടോറൻറ്റ് ഫയലാണ്, ഞാൻ മുമ്പ് കാണിച്ച പോലെ തന്നെ. അതിനുള്ള യൂടോറൻറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം, അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇതിപ്പോൾ ഒരു വിൻഡോസിൻ്റെ ഫയലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ പെൻ ഡ്രൈവിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. സോ ഇതിങ്ങനെയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇജക്റ്റ് കൊടുക്കുക. അതിനുശേഷം അതിപ്പോൾ ഇജക്റ്റ് ആവുന്നതാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എന്ത് വേണമെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ. എനിക്ക് വീണ്ടും സബ്സ്ക്രൈബേഴ്സ് വേണം, പ്ലീസ്. സോ പിന്നെ എനിക്ക് പറയാനുള്ളത്, ബെസ്റ്റ് ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അവരെയും സബ്സ്ക്രൈബ് ചെയ്യുക. അത് എൻ്റെ ചാനലല്ല. സോ അതവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും. ഫോട്ടോഷോപ്പ് എൻ്റെ ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അവർ വളരെ നല്ലോണക്കെല്ലാം പഠിപ്പിച്ചിരുന്നായിരിക്കും. സോ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. താങ്ക് യു ഗൈസ്. എല്ലാത്തിനും ലിങ്ക് താഴെ ഉണ്ടാവും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം.